ബാലു, അതെന്താ പ്രഭയെ പോലീസ് പറഞ്ഞയച്ചത്? അവളുടെ പേരില് കേസ് പോലും ചാർജ് ചെയ്തില്ലല്ലോ. ചോദ്യം ചെയ്യൽ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് അറിഞ്ഞത്. പോലീസിന്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി കിട്ടിയപ്പോ വിട്ടു കാണും. അത് തന്നെയാ ഞാൻ ചോദിക്കുന്നേ. കുറ്റകൃത്യത്തിൽ പങ്കാളിയായ പ്രഭയെ അറസ്റ്റ് ചെയ്യില്ലേ വേണ്ടത്? ഈ അറസ്റ്റും ജയിലും ഒന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല ചന്ദ്രേ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് പോലീസിന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ വസുന്ധരയുടെ അന്വേഷണ രീതി DIGക്ക് പോലും വ്യക്തമല്ല. കൃത്യമായ തെളിവുകൾ ശേഖരിക്കൽ മാത്ര ഇപ്പൊ നടക്കുന്നത്. പ്രഭയെ വിട്ട് സിദ്ധാർത്ഥനിലേക്കും നന്ദനിലേക്കുമുള്ള റൂട്ടിലായിരിക്കും IPSകാരുടെ യാത്ര. ഏറിയാൽ ഒരാഴ്ച. അതിനുള്ളിൽ വ്യക്തമായ തെളിവുകളോടെ പ്രതികളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സിദ്ധാർത്ഥന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ബന്ധം വെച്ച് ഇത് തേച്ചുമായ്ച്ച് കളയൂന്നാ ഇപ്പൊ എന്റെ പേടി. ഒന്നും നടക്കില്ല ചന്ദ്രേ. ഇപ്പൊ കണ്ടിടത്തോളം പോലീസ് ഫോഴ്സിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നന്ദനും ദേവികയും അവരുടെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാ നമ്മുടെ മകളെ അറുങ്കൊല ചെയ്തേ.